വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. അഖില ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിൽ ആദ്യമായി ഭഗവാൻ നമുക്ക് കർമ്മയോഗ ഉപദേശങ്ങൾ തന്നു. ഈ ഉപദേശങ്ങളെ ശ്രവിച്ച നാം അതിനെ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് ഒന്ന് ചിന്തിക്കാം. കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഭഗവത് പ്രീതിക്ക് വേണ്ടി നമ്മുടെ കർമ്മങ്ങളെ ചെയ്യുക എന്നുള്ളതാണ്. നാം ഒരു പൂജ ചെയ്യുമ്പോൾ അതിനുള്ള പൂക്കളായാലും നിവേദ്യങ്ങളായാലും മറ്റ് സാധനങ്ങളായാലും വളരെ ശ്രദ്ധയോടെയും ആത്മാർത്ഥതയോടെയും ഈശ്വരനിലുള്ള ഭയഭക്തി ബഹുമാനങ്ങളോടെയും തയ്യാറാക്കുന്നത് പോലെ ഭഗവാനിൽ അർപ്പിക്കാനുള്ള കർമ്മങ്ങളെയും വളരെ ശ്രദ്ധയോടെ മനഃശുദ്ധിയോടെ ആത്മാർത്ഥതയോടെ സർവ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഭഗവത് പ്രീതിക്കായി നാം ചെയ്യണം. ഫലത്തിനെപ്പറ്റി പ്രതീക്ഷിക്കാതെ നമ്മുടെ മനോബുദ്ധികളെ പൂർണ്ണമായും നാം ചെയ്യുന്ന കർമ്മത്തിൽ തന്നെ അർപ്പിച്ചാൽ അല്ലെങ്കിൽ വിനിയോഗിച്ചാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന തൃപ്തി അല്ലെങ്കിൽ ആനന്ദം തന്നെ അതിൻ്റെ ഫലമാണ്. അതിസമർത്ഥമായി നിർവഹിക്കപ്പെടുന്ന കർമ്മം മാത്രമേ അതിമഹത്തായ ഫലം തരികയുള്ളൂ. ഇത് തന്നെയാണ് കർമ്മയോഗ മഹത്വം. ഭഗവാൻ നമുക്ക് കർമ്മം ചെയ്യുന്നതിന് വേണ്ടി ശരീരം തന്നിരിക്കുകയാണ്. ഈ ശരീരത്തിൽ നമുക്ക് 10 ഇന്ദ്രിയങ്ങളും മനസ്സ്, ബുദ്ധി ഇവയെയാണ് നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നത്. നമുക്ക് കർമ്മം എന്താണ്, നാം എങ്ങനെ കർമ്മം ചെയ്യുന്നു എന്ന് നോക്കാം. കർമ്മം എന്ന് വെച്ചാൽ പ്രവൃത്തി അല്ലെങ്കിൽ ആക്ഷനാണ്. മനസ്സിൻ്റെ പ്രേരണ അനുസരിച്ച് നമ്മുടെ ഇന്ദ്രിയങ്ങൾ പ്രകൃതി വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് കർമ്മം. നമുക്ക് 10 ഇന്ദ്രിയങ്ങളും മനോബുദ്ധികളും ഉണ്ട് എന്ന് നാം മനസ്സിലാക്കി. 10 ഇന്ദ്രിയങ്ങളിൽ 5 എണ്ണം ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളുമാണ്. നമുക്ക് പ്രകൃതി വിഷയങ്ങളെക്കുറിച്ച് അറിവ് തരുന്നവയാണ്, ജ്ഞാനം തരുന്നവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് ഇവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ. ഇവ പ്രകൃതിയിലുള്ള വിഷയങ്ങളെ അല്ലെങ്കിൽ വസ്തുക്കളെ കുറിച്ചുള്ള അറിവ് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കി തരികയാണ്. ഇനി ഈ അറിവനുസരിച്ച് മനോബുദ്ധികൾ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നു. ഇതാണ് കർമ്മം. കൈ, കാല്, വായ, മലമൂത്ര വിസർജ്യ ദ്വാരങ്ങൾ ഇവ 5 കർമ്മേന്ദ്രിയങ്ങളാണ്. കർമ്മേന്ദ്രിയങ്ങളെയും ജ്ഞാനേന്ദ്രിയങ്ങളെയും കൂട്ടിയിണക്കുന്നത് മനസ്സ് അല്ലെങ്കിൽ മനോബുദ്ധികളാണ്. മനോബുദ്ധികൾ എന്ന് പറയുന്നത് അന്ധകരണവൃത്തികളാണ്. അങ്ങനെ ഒരു ഇന്ദ്രിയം ഇല്ല. അവ നമ്മുടെ ഉള്ളിലുള്ള വിചാരങ്ങളും വികാരങ്ങളും ചിന്തകളും തന്നെയാണ്. നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ മനസ്സിലാണ് ഈ വിചാരങ്ങളെയും വികാരങ്ങളെയും ആഗ്രഹങ്ങളെയും ഇഷ്ടാനിഷ്ടങ്ങളെയും ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറയാണ്, മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണസുഖദുഃഖദ ആഗമാപായിനോ നിത്യ താം തിദിച്ഛസ്വ ഭാരത. ഈ സ്പർശം മുതലായ വെളിയിലുള്ള വിഷയങ്ങളാണ് നമ്മുടെ മനസ്സിൽ ശീതം, ഉഷ്ണം, സുഖം, ദുഃഖം മുതലായവയെ തരുന്നത്. അവ അനിത്യങ്ങളാണ്. അവയെ നമുക്ക് സഹിച്ചേ പറ്റൂ എന്ന് പറയുകയാണ്. ഇനി നമുക്ക് പ്രകൃതിയിലെ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം.
പ്രകൃതിയിലെ വിഷയങ്ങൾ എന്ന് പറയുന്നത് ശബ്ദസ്പർശ രൂപ രസഗന്ധമാണ്. ഇതിൽ രൂപങ്ങൾ, അതായത് കാഴ്ചകൾ കണ്ണിലൂടെയും, ശബ്ദം കാതിലൂടെയും, ഗന്ധം മൂക്കിലൂടെയും, ടേസ്റ്റ് അല്ലെങ്കിൽ രസം നാവിലൂടെയും, സ്പർശം ത്വക്കിലൂടെയും നമ്മുടെ മനസ്സിൽ അറിവ് തരികയാണ്. ഇവ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്ന ഇഷ്ടാനിഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ, ഇവയ്ക്കനുസരിച്ച് മനസ്സ് കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളുമായി പ്രവർത്തിപ്പിക്കുന്നു. ഇതിന് ഒരു ഉദാഹരണം നമുക്ക് പറയുകയാണെങ്കിൽ, ഒരു പൂവിനെ കണ്ട് ആഗ്രഹം തോന്നിയാൽ, അതായത് പൂവിനാൽ നമ്മൾ ആകൃഷ്ടരായാൽ നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ടാകുന്നു. മനോബുദ്ധികൾ നമ്മെ അതിനെ പറിച്ച് അനുഭവിക്കാൻ, അതിൻ്റെ സുഗന്ധം അനുഭവിക്കാൻ പ്രേരിപ്പിക്കുന്നു. നാം കാലുകൾ കൊണ്ട് പൂക്കളുടെ അടുത്ത് പോയി കൈകൊണ്ട് പറിച്ച് അതിൻ്റെ മണവും അതിൻ്റെ സ്പർശസുഖവും ഒക്കെ അനുഭവിക്കും. ഇങ്ങനെ ഓരോ കർമ്മവും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കർമ്മത്തിൻ്റെ രീതികൾ നാം മനസ്സിലാക്കി കർമ്മത്തെ ഇനി എങ്ങനെ ചെയ്യണം, ഏത് ഭാവത്തോടുകൂടി ചെയ്യണം എന്നുള്ളത് തുടർന്നുള്ള ഭഗവാന്റെ ഉപദേശങ്ങളിൽ നിന്ന് നമുക്ക് ശ്രവിക്കാം. നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.